ഞാൻ പോലും മറന്നുപോയ എൻ്റെ പാട്ടുകൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനരചയിതാവ് മലയാളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഗിരീഷ് പുത്തഞ്ചേരി മാത്രമായിരുന്നു. അവൻ എന്നെ വിട്ടുപോയി. ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഒരു വല്യേട്ടനും കൊച്ചനിയനും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഞാൻ ഗിരീഷിനെ ഒരുപാട് ശകാരിക്കുമായിരുന്നു. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. ഗിരീഷിനെ 48-ാം വയസ്സിൽ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സാഹചര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കാണുമ്പോഴല്ലേ ഞാൻ വഴക്ക് പറയും. അപ്പോൾ എന്തു ചെയ്യും, പെട്ടെന്ന് എന്നെ കണ്ടാൽ ഉടനെ അവന് ഭാര്യ ബീനയെ വിളിക്കും. മൊബൈലെടുത്ത് ഭാര്യ ബീനയെ വിളിച്ചിട്ട്, ഇതാ തമ്പിച്ചേട്ടൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു, നീ സംസാരിക്കും തമ്പിച്ചേട്ടനോട്, ഞാനിവിടെ എത്ര മര്യാദക്കാനായിട്ടാണ് നിൽക്കുന്നത് തമ്പിച്ചേട്ടൻ പറഞ്ഞുതരും എന്ന് പറഞ്ഞ് ഈ ഫോൺ അങ്ങനെ. അപ്പോൾ ബീന എന്നോട് സംസാരിക്കും ഫോണിൽ. അപ്പം അങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു വല്യേട്ടനുള്ള ബഹുമാനം, വല്യേട്ടനുള്ള സ്നേഹം ഇവിടെ വെച്ച് കണ്ടാൽ എൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കും, എൻ്റെ പഴയ പാട്ടുകൾ പാടും. ഒരു സ്വന്തമായി ജനിക്കാതെ പോയ അനിയൻ, എൻ്റെ സ്വന്തം ആയി ജനിക്കാതെ പോയ അനിയൻ, എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ പ്രതിഭാശാലിയായ ഗാനരചയിതാവ്. വയലാറിനെ നഷ്ടപ്പെട്ടതുപോലെ ഗിരീഷ് പുത്തഞ്ചേരിയെ നമുക്ക് വളരെ നേരത്തെ നഷ്ടപ്പെട്ടു. ഗിരീഷിൻ്റെ ഉള്ളിലൊരു സംവിധായകനുണ്ടായിരുന്നു, ഒരു തിരക്കഥാകൃത്തുണ്ടായിരുന്നു, നല്ല കഥകൾ മനസ്സിലാക്കുന്ന ഒരു ആസ്വാദകനുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ട് അത് ആവശ്യപ്പെടുന്ന ആൾക്കനുസരിച്ച് വിളമ്പുന്ന ആളായിരുന്നു ഗിരീഷ്. അത് എല്ലാ സ്വാതന്ത്ര്യവും ഗിരീഷിന് വിട്ടുകൊടുത്തിട്ട് ഗിരീഷ് എഴുതി തരുന്നത് മേടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണെന്ന് കണ്ടാൽ ചെറിയ ഉഴപ്പൊക്കെ ഉള്ള ആളായിരുന്നു ഗിരീഷ്. പക്ഷേ നമ്മൾ വളരെ സീരിയസ് ആണെന്നും നമ്മൾ വളരെ ജെന്യുവനാണെന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വരുന്ന സൃഷ്ടിയെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയുന്ന ആളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ള സംവിധായകർക്കൊക്കെ ഗിരീഷിൻ്റെ നല്ല പാട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗിരീഷിൻ്റെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളൊന്നും മറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാസാഗറിൻ്റെ കമ്പോസിങ് ഒരു അപാര ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണ്. ഞാനും സുജാതയും കൂടി പാടിയ പാട്ടാണ്. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം, കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു, ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ
മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഞാൻ പറയുകയാണെങ്കിൽ ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുഴുവൻ പെർഫെക്റ്റായി പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് അത് നിർത്തി, അത് ഓർക്കസ്ട്രയിലാണ്ട് വെറുതെ നിർത്തി പാടേണ്ട പഠിച്ചു. അതിൻ്റെ കമ്പോസിങ്ങും വരികളും കമ്പോസിങ്ങും അത്ര മനോഹരമാണ്. ഹാറ്റ്സ് ഓഫ്. ഞാൻ പറഞ്ഞാൽ രണ്ടുപേർക്കും, അഫ്കോഴ്സ് ഗിരീഷിനും വിദ്യാസാഗറിനും ഇത്ര മനോഹരമായ ട്യൂൺ. അത് ഈ പാട്ട് കേട്ട് പലരും എന്നിട്ടുണ്ട് പറയാൻ, പലരും ഒരു ആദ്യമായ ഒരു കൂട്ടുകാരുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം, ഒരു നല്ലൊരു ഫ്ലൂട്ടിസ്റ്റാണ്. അയാൾ വിളിച്ച് പറഞ്ഞു, ചേട്ടാ പാട്ട് കാലത്ത് കേട്ടു, ഞാൻ കാലത്ത് വരെ മൂഡ് ഔട്ടാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതിൻ്റെ അത്ര റൊമാൻറ്റിക്കാണ് സോങ്. ആ പാട്ടിനെ കുറിച്ച് തന്നെയായിരുന്നു ഒരു വൈകുന്നേരം വരെ നോക്കാറ്. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, തിലകൻ ചേട്ടൻ എന്ന് പറയും. അദ്ദേഹം പാട്ടിനെ കുറിച്ച് ഒന്നിനെ ആരെക്കുറിച്ച് സംസാരിക്കില്ല. അദ്ദേഹം ഒരു ദിവസം വിളിച്ചു, ജയൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, മറന്നിട്ടും എന്തിനോ. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ഞാൻ കേട്ട ഡ്യുവറ്റ്സിൽ, വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്. ഹണി സൂസിങ്, ആ വാക്ക് അതങ്ങനെ ചോദിച്ചു. ഇത്ര മനോഹരമാണെന്ന് ഞാൻ പറഞ്ഞു. അത് അത്ര നല്ല കമ്പോസിഷനാണ്, അത്ര നല്ല വരികളാണ്, അത്ര നല്ല കമ്പോസിഷനാണ് അത്. പിന്നെ ഒരു ദേവി എന്നുള്ളൊരു, ഷീസ് ഓൾസോ നല്ല സിംഗറാണ് മദ്രാസിൽ നിന്ന്. ദേവി വിളിച്ചു, ജയിഞ്ഞിട്ട് ഈ പാട്ട് കേട്ട് ഷീ സ്റ്റാർട്ടഡ് ക്രൈങ്. അത്ര മനോഹരമാണ് അതിൻ്റെ, അത്ര റൊമാൻറ്റിക്കാണ്, എത്ര കേട്ടാലും മതിയാവില്ല. അത്രയും ഒരുപാട് ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ്. അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു വിദ്യാസാഗർ. വളരെ നല്ല വിദ്യാസാഗർ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസേഴ്സ് ഇപ്പോൾ ഉള്ളതില്ലേ. നല്ല കമ്പോസർ, ഗിരീഷുമായിട്ട് നല്ലൊരു കെമിസ്ട്രി. നല്ല കെമിസ്ട്രി.